നാളെ വിളിക്കോ? നാളെ വിളിക്കല്ലേ. നീ സംസാരം കേട്ടാ മതി. ഞാൻ വിളിക്കാം, എപ്പോഴും സമയം കിട്ടുമ്പോ ഞാൻ വിളിക്കാം. പക്ഷെ അല്ലാതെ വിളിക്കല്ലേ കേട്ടോ. അന്നേരം തിരിച്ചു വിളിച്ചിട്ട് എടുത്താ മതി. ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലാതെ എടുക്കണ്ട കേട്ടോ. എന്നാലും മതി. ശരി. എന്നാ പിന്നെ ഒരുമതാ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഈ കേട്ട വോയിസ് ഒരു പള്ളിയിലച്ഛനും പുള്ളിക്കാരൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള സംസാരമാണ് കേട്ടോ. അതിപ്പോൾ എന്ത് രീതിയിലുള്ള സംസാരമാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ഒരു സംസാര രീതി കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെന്ത് രീതിയിലുള്ള ബന്ധമാണെന്നുള്ളത്. ഉമ്മ വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയിലച്ഛന്മാരൊക്കെ ഇത്തരം സ്വഭാവക്കാരായിരിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിലാണല്ലോ നമ്മൾ ചെറിയൊരു ജോലി ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ചെറുതായിരുന്നു, അതായത് ഒരു 6-7 വയസ്സൊക്കെ ഉള്ള ഒരു സമയത്ത് ഇതുപോലൊരു പള്ളിയിലച്ഛൻ പെരുമാറിയ ഒരു പെരുമാറ്റം അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം നമുക്ക് ഈ കുഞ്ഞിലെയൊക്കെ നമ്മളുടെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മരണം വരെ നമ്മളത് മറക്കത്തില്ല അല്ലേ? അതുപോലെ തന്നെയാണ് ഞാനും മറന്നിട്ടില്ല. ആ ഒരു വികാരി അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ. പുള്ളി മരിച്ച് മണ്ണോട് മണ്ണായി. എങ്കിൽ പോലും എനിക്കത് പറയണമെന്ന് തോന്നി. എനിക്കൊരു 6-7 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കോളനിയിലായിരുന്നു. ആ ഒരു കോളനിയുടെ അടുത്തൊരു സ്ഥാപനം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്രിസ്ത്യൻസിൻ്റെ ഒരു സ്ഥാപനമായിരുന്നു. അവിടെ ഒരു വികാരി അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ എന്താ പറയുക, എല്ലാവരോടും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഒരു ഉപകാരി, ചെറിയ രീതിയിലുള്ള ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു വികാരി അച്ഛൻ താമസിക്കുന്നത് വലിയൊരു വീട്. അതുപോലെ തന്നെ അവിടെ വലിയ ഗ്രൗണ്ടുകളുണ്ട്, കുട്ടികൾക്ക് പോയി കളിക്കാം, ഊഞ്ഞാലാടുന്നതുണ്ട്, അതുപോലെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടുകൾ, ക്യാരംസ് ബോർഡ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പള്ളിയിലച്ഛൻ നമ്മളൊക്കെ അവിടെ കളിക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് വിളിച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. അന്ന് നമുക്ക് തന്നുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ്, നമ്മുടെ പാർലേജി ബിസ്ക്കറ്റ് ഇല്ലേ, അതൊക്കെ അന്ന് തൊട്ടേ, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ ആ ഒരു ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ അച്ഛൻ നമ്മളവിടെ കളിക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെ, നമ്മൾ കൊച്ചു പിള്ളേരാണല്ലോ, അപ്പോൾ എന്നെ പോലെയുള്ള വേറെയും പിള്ളേരും, പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് അവരുടെ ആ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ഈ അച്ഛൻ വിളിച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റ് തരും. അങ്ങനെ ഈ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ ബിസ്ക്കറ്റ് തന്നേച്ചും അകത്തേക്ക് വിളിച്ചിട്ട്, ഈ അച്ഛൻ എന്താ പറയുക, ഒരു വികാരി അച്ഛനാണ്. ഇയാൾക്കൊക്കെ ഇത്രത്തോളം ഒരു എന്താ പറയുക വിഷമമാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പള്ളിയിലച്ഛൻ്റെ വേഷവും കെട്ടി ഇയാളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ല ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്? അപ്പോൾ ആ ഒരു ഇരുട്ട് റൂമിലേക്ക് വിളിക്കുക. അപ്പം നമുക്ക് അറിയില്ല, നമ്മൾ ചെറിയ പ്രായമാണ് എങ്കിൽ പോലും വിളിച്ചപ്പോഴത്തേക്ക് ഓടിച്ചെന്നു ബിസ്ക്കറ്റ് തന്നിട്ട് ഈ ഒരു വ്യക്തി വേറൊരു അസ്ഥാനത്ത് തൊട്ടിട്ട് പറയുന്നു, ഇത് എനിക്ക് ഇഷ്ടമാണ് എന്ന് ഇയാൾ പറയുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നിട്ട് ഇയാൾ ബിസ്ക്കറ്റും തന്നു, പിന്നെ കൂടുതൽ ബിസ്ക്കറ്റ് തരുകയും ചെയ്തു. അപ്പോൾ അത് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നമ്മൾ ചെറിയ പ്രായമാണെങ്കിൽ പോലും നമ്മുടെ അസ്ഥാനത്ത് ഒരാൾ പിടിക്കുകയോ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഈ ഇത്രയും വർഷമായെങ്കിൽ പോലും ആ ഒരു സംഭവം ഇന്നും മനസ്സിൽ നിന്ന് അങ്ങനെയൊന്നും അത് പോകത്തില്ല കേട്ടോ. പക്ഷെ അയാൾ മരണപ്പെട്ടു പോയി കേട്ടോ. അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. പക്ഷെ ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് വരെ സ്വന്തം അമ്മയോടോ അല്ലെങ്കിൽ ആരോടും തന്നെ പറഞ്ഞില്ല. അത് അന്ന് തൊട്ട് ഇന്ന് വരെ മനസ്സിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയണമെന്ന് തോന്നി. കാരണം ഈ ഒരു പള്ളിയിൽ അച്ഛൻ്റെ വോയിസാണ് നമ്മൾ കേട്ടത്. ഇയാളൊക്കെ ഇതുപോലുള്ള സ്ഥാനങ്ങൾക്ക് കയറി ഇരിക്കുന്ന, എന്താ പറയുക, ലൗകിക ജീവിതങ്ങളൊക്കെ വെടിഞ്ഞ് അവർ യേശുവിൻ്റെ എന്താ പറയുക, അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ പറയുമല്ലോ, അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇവർക്ക് ഇടയിൽ കൂടെ ഇവർക്ക് മറ്റേ പരിപാടിയും ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കൂടുതലും അങ്ങനെയുള്ളവന്മാരാണ്. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു പള്ളിയിലച്ഛനെയോ അല്ലെങ്കിൽ ഒരു ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. എന്നാൽ നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല, നല്ല ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, ഈ ഒരു അച്ഛൻ്റെ വോയിസ് കേട്ട സമയത്ത് എനിക്കിത് തുറന്ന് പറയണമെന്ന് തോന്നി.
എത്ര വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. നമ്മൾ ഇതിനു മുന്നേയും ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ ഈ വികാരിയച്ഛന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പോഴും ഒക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ആ ഒരു വ്യക്തി എനിക്കുണ്ടായ ആ അനുഭവം ഉണ്ടായ ആ ഒരു വികാരി അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല കേട്ടോ. അയാളെ എല്ലാവരുടെ മുന്നിൽ നല്ല മാന്യനായിരുന്നു. പക്ഷെ അയാളുടെ സ്വഭാവം ഇതായിരുന്നു. എന്നോട് ആ ചെയ്ത പോലെ പുള്ളി വേറെ ആരുടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അനുഭവം മാത്രമേ അറിയാവുള്ളൂ. അന്നത്തെ കാലത്ത് 6-7 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിക്കണം, എത്ര വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പം എനിക്ക് 33 വയസ്സുണ്ട്. അത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതുപോലുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അതൊരു വികാരി അച്ഛൻ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം. അയാളെയൊക്കെ ആൾക്കാർ എന്തോ വിചാരിക്കുന്നു, വലിയ ആദരണീയനായ ആൾക്കാർ. ഇയാളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതാണ്. അന്നത്തെ കാലത്തൊന്നും പിന്നെ ഇതൊന്നും ആരോടും പറയാനോ അറിയത്തില്ല. നമുക്കുണ്ടായ അനുഭവം നമ്മുടെ മനസ്സിൽ തന്നെയായിരുന്നു. പിന്നെയും പല പ്രാവശ്യങ്ങളും ഇയാൾ പല സാധനങ്ങളൊക്കെ വെച്ച് വിളിക്കും കേട്ടോ. പക്ഷെ നമുക്കറിയാം പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. അന്ന് ചെറിയ പ്രായമാണെങ്കിൽ പോലും ഇയാളുടെ ഒരു പെരുമാറ്റം മോശമാണെന്നുള്ളത് അന്നേ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് പുള്ളി എന്ത് വെച്ച് വിളിച്ചാലും ഒറ്റയ്ക്ക് പോകുന്ന പരിപാടിയില്ല. കൂട്ടുകാർ വേറെ ഉണ്ടെങ്കിൽ പോകും, അല്ലാതെ പിന്നീട് പുള്ളി വിളിച്ചാലൊന്നും പോകത്തില്ല. അന്ന് ഞങ്ങൾ താമസിച്ചത് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ ഉള്ള ഒരു കോളനി ആയിരുന്നു. ഇപ്പം നമ്മൾ താമസിക്കുന്നത് ആലപ്പുഴയിലാണ്. അപ്പം ഞാൻ ആലോചിക്കുക, പുള്ളി മരിച്ചോന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇയാൾ ഈ ചെയ്ത പ്രവൃത്തി എന്തോരം തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അതുപോലെ ഒരു വികാരിയാണ് അയാൾ അല്ലേ, ആ ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തി. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, ഇയാളൊക്കെ മരിക്കുവാണെങ്കിൽ നരകിച്ച് തന്നെ മരിക്കത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ പോയി. പിന്നെ നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ അതൊക്കെ പോയി. പക്ഷെ പിന്നീടാണ് ഞാൻ ഈ കഴിഞ്ഞിടെയാണ് അറിഞ്ഞത് അയാൾ മരിച്ചു എന്ന്. അയാൾക്ക് എന്തോ വയ്യാതെയൊക്കെ കിടന്നാണ് മരണപ്പെട്ടത്. അയാളൊക്കെ ഉറപ്പാണ് നരകത്തിലേ പോകത്തുള്ളൂ, അതിലൊരു സംശയമില്ല കേട്ടോ. എന്തായാലും എനിക്കത് തുറന്ന് പറയണമെന്ന് തോന്നി. എത്ര വർഷം മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക, ആരോടും പറയാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തെ ഇതുപോലുള്ള വൃത്തികെട്ട ആൾക്കാരുണ്ട്. അതും ഒരു പള്ളിയിലച്ഛനൊക്കെ ഈ ഒരു രീതിയിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ, പുള്ളി മറ്റുള്ളവരുടെ മുന്നിലൊക്കെ എന്ത് മാന്യനായിട്ടുള്ള വ്യക്തിയാണെന്നറിയോ. കാരണം ആ ഒരു സമയത്ത് നമ്മളൊക്കെ തീരെ പാവപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോഴും നമ്മൾ പാവപ്പെട്ടവർ തന്നെയാണ് കേട്ടോ. എന്നാലും ആ ഒരു നമ്മൾ താമസിക്കുന്ന ആ കോളനിയുടെ അവിടെ ഉള്ളൊരു സ്ഥാപനം പോലെയാണ് ആ ഒരു അവിടെ വികാരിയായിട്ടിരിക്കുന്നത് ഈ വ്യക്തിയാണ്. അദ്ദേഹമാണ് അവിടുത്തെ കുറെ പറമ്പും അതുപോലെ വലിയൊരു കെട്ടിടമൊക്കെ ആയിരുന്നു. അവിടെ മാത്രമേ ആ ഒരു സമയത്ത് TV ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. TV ഉണ്ടായിരുന്നു. അപ്പോൾ TV കാണാൻ നമ്മുടെ അവിടെയുള്ള ആൾക്കാരെല്ലാം അവിടെയാണ് TV കാണാനൊക്കെ പോകുന്നത്. അന്നത്തെ കാലത്ത് നമുക്കറിയാം ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ഞായറാഴ്ചകളിൽ വൈകുന്നേരം സിനിമ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കാണാൻ നമ്മൾ അവിടെയൊക്കെ പോകുമായിരുന്നു. അപ്പം നമുക്ക് അന്നത്തെ കാലത്ത് അവിടെ ഇപ്പം പിള്ളേർക്കാണെങ്കിലും കളിക്കാനാണെങ്കിലും ഊഞ്ഞാല് അല്ലെങ്കിൽ ക്യാരംസ് ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. പിള്ളേർ അവിടെ ചെല്ലും. പക്ഷെ ആ ഒരു അയാൾ മുതലെടുത്തു. എന്തായാലും എനിക്ക് എൻ്റെ അനുഭവം മാത്രമേ അറിയാവുള്ളൂ. ഇനി വേറെ ആരുടെ അടുത്തെങ്കിലും ഇയാൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്കുണ്ടായ അനുഭവം എനിക്ക് തുറന്ന് പറയണമെന്ന് തോന്നി. അത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും പറയണമെന്ന് തോന്നി. എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ പകൽമാന്യന്മാർ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര മാന്യനായിരിക്കും, പക്ഷെ അയാളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതൊക്കെ ആയിരിക്കും. എന്തായാലും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി ആ ഒരു വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പുള്ളി മരിച്ച് മണ്ണോട് മണ്ണായി. എന്നാലും അറിയണമല്ലോ, ഇയാളൊക്കെ മരിച്ച് അടിഞ്ഞു പോയെന്ന് പറഞ്ഞാലും ഇയാളെയൊക്കെ ഇപ്പോഴും ആ ഒരു അച്ഛൻ ആ നല്ല അച്ഛനായിരുന്നു എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതായിരുന്നു. വളരെ വൃത്തികെട്ട ആളായിരുന്നു. സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊരു ഗുണമുള്ളതായിരുന്നു. കാരണം ഇപ്പം നമുക്ക് അതുപോലെ തന്നെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയി വെള്ളമൊക്കെ കോരുമായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു സമയത്ത് അവിടെ പോയാണ് നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കോരിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാം കൊണ്ടും അവിടുത്തെ ആ ഒരു സ്ഥലം എല്ലാവർക്കും ഒരു ഗുണമായിരുന്നു. കുട്ടികൾക്ക് കളിക്കാം, അതുപോലെ TV കാണാൻ നമുക്ക് എല്ലാവർക്കും ചെല്ലാം, അതുപോലെ തന്നെ വെള്ളം കോരാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹായങ്ങളുണ്ടായിരുന്നു. എങ്കിൽ ഇയാളുടെ പ്രവൃത്തി എന്തായിരുന്നു? ഇതായിരുന്നു ഇയാളുടെ യഥാർത്ഥ പ്രവൃത്തി. എന്തായാലും അയാളൊക്കെ മരിച്ചു. അയാൾ നരകിച്ച് തന്നെ ആയിരിക്കും, മരിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പുള്ളി അവിടെ ചെന്നിട്ടാണെങ്കിലും നരകത്തിലേക്കായിരിക്കും പോയിരിക്കുന്നത്. അതിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുപോലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്തായാലും ഇന്നിപ്പം നമ്മൾ ആദ്യം കേട്ടല്ലോ, ഒരു പള്ളിയിലച്ഛൻ്റെ വോയിസാണ്. അയാൾ ഒരു പെണ്ണിന് സംസാരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ 2026 ഇങ്ങനെ നടക്കുന്നു. അന്ന് എത്രയെത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് ഒരു പള്ളിയിലച്ഛൻ ചെയ്തൊരു പ്രവൃത്തിയാണ്.
എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.